എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇത് വിഷു കാലമാണ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ പുതുവത്സരം. നമ്മുടെ പുതുവത്സരത്തിൽ ധാരാളം ധാന്യങ്ങളും പച്ചക്കറികളും നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയമാണല്ലോ. പ്രത്യേകിച്ചും വിഷുവിന് നമ്മുടെ വീടുകളിൽ പച്ചക്കറികളുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. അത് കാരണം ഇന്ന് വിഷു അല്ലെങ്കിൽ അതുപോലെ വിശേഷ സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന 2 ഐറ്റംസാണ് ഓലനും കാളനും. ഓലനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ: പയറ്, അത് വൻപയറോ അല്ലെങ്കിൽ ബ്ലാക്ക് ഐഡ് പീസ് ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ, 1-ാം പാലും 2-ാം പാലും, ഇളവൻ കഷ്ണങ്ങളാക്കിയത്, നീളമുള്ള പയറ് കഷ്ണങ്ങളാക്കിയത്, ചേമ്പ് കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ബ്ലാക്ക് ഐഡ് പീസാണ്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്താൽ നമുക്ക് കുക്കിംഗ് സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഒരു പാത്രത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പയറ് തേങ്ങാപ്പാലിൽ ആദ്യം വേവിക്കുക. പകുതി വേവാകുമ്പോൾ അതിൻ്റെ കൂടെ ചേമ്പ്, പയറ്, കുമ്പളങ്ങ, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ആഡ് ചെയ്ത് ഒരുമിച്ച് വേവിക്കണം. എല്ലാം ഒരുമിച്ച് വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് 1-ാം പാലും ചേർത്ത് ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് അല്പം നല്ല വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ചോറിൻ്റെ കൂടെ കഴിക്കുക. തിളച്ച ശേഷം അതിൽ ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്യുക. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. ഓലനിപ്പോൾ വെന്ത് റെഡിയായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1-ാം പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി ഉപയോഗിക്കുക. അടുത്ത ഐറ്റം പാകം ചെയ്യുന്നതിനായിട്ട് പോകുന്നത് കാളനാണ്. കാളന് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അതായത് മാമ്പഴം, ഏത്തപ്പഴം, പൈനാപ്പിൾ എന്നിവയാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൈനാപ്പിൾ ഉപയോഗിച്ചാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കട്ട് ചെയ്ത പൈനാപ്പിൾ, തൈര്, പച്ചമുളക്, തേങ്ങ, ജീരകം, മുളക് പൊടി, മഞ്ഞൾ, വറ്റൽമുളക്, ഉലുവ, കടുക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനിയും കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൽ അല്പം ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കുക. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയിൽ ജീരകം, അല്പം മഞ്ഞൾ, പച്ചമുളക് ഇട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെന്ത പൈനാപ്പിളിലേക്ക് അരച്ച തേങ്ങാക്കൂട്ട് ഒഴിച്ച് നന്നായി ഇളക്കി തിളപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഉടച്ച തൈര് ഈ മിക്സ്ചറിൽ ചേർത്ത് നന്നായി ഇളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് അതിനുശേഷം ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ ഇവ ചേർത്ത് കടുക് പൊട്ടിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. വെന്ത പൈനാപ്പിളിൽ തേങ്ങ അരച്ച് ചേർത്ത് തിളപ്പിച്ചു. അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനിയും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ല തൈര് ചേർത്ത് ഇളക്കി ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കുക.
തോരനും കാളനും റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിഷുവാശംസകൾ.